ഖലീൽ ജിബ്രാൻ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഖലീൽ ജിബ്രാൻ മരണശേഷം ഇപ്പൊ 50 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ചെറിയ കഥ ഒന്ന് ഓർത്തെടുക്കുക. നന്നായിട്ട് കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് മനുഷ്യൻ. ഒരധികം വർഷങ്ങളായിട്ട് അയാൾ തന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഓരോ നിമിഷവും ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഉറുമ്പുകൾ ധാന്യമണി ശേഖരിച്ച് വെക്കുന്നതാണ്. ഓരോന്ന് ശേഖരിച്ച് വെച്ചിട്ട് ഒടുവിൽ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ശുഭപ്രതീക്ഷയൊക്കെ ആയിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു നദിയുണ്ട്, ഒരു കടത്ത് വഞ്ചി. അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്ന നദിയായത്, അപ്രതീക്ഷ ചുഴികളുള്ള നദിയായത്. കടത്തുകാരൻ നദി ഇയാളൊന്ന് ചെറുതായിട്ട് വാൺ ചെയ്തു. അയാൾ പറഞ്ഞു, നിനക്ക് നീന്തൽ അറിയാവോ? അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ നീന്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് വന്നാൽ എന്ത് ചെയ്യും എനിക്കറിയില്ല. അറം പറ്റിയത് കണക്ക് തന്നെ ഇതാ ചുഴിപ്പെട്ട് ആ ചെറുവഞ്ചി മുങ്ങി ഇങ്ങനെ കരയിലേക്ക് നീന്തി പോകുമ്പോൾ കടത്തുകാരൻ ഓർത്ത് വ്യാകുലപ്പെട്ടത് ഈ മനുഷ്യനെ കുറിച്ച്. ഇതുമാത്രം കിനാക്കളും ഒക്കെ ആയിട്ട് തന്റെ വീടണയാൻ വേണ്ടി കൊതിച്ച ഈ മനുഷ്യൻ, അയാൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാകും? പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അയാളെ അമർഷപ്പെടുത്തിക്കൊണ്ട് പോലും ഇയാൾ നീന്തി എത്തുമ്പോൾ കാണാം കരയിൽ ഈ നീന്തൽ അറിയുന്നില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ കയറി നിൽപ്പുണ്ട്. നനഞ്ഞൊട്ടി നനഞ്ഞൊലിച്ചു ഒക്കെ. അയാൾ പറഞ്ഞു, നമ്മൾ മുതിർന്നവർ എന്തിനെ കള്ളം പറയുന്നത്? ഏതാനും നിമിഷാർത്ഥങ്ങൾക്ക് മുമ്പിലാണ്, സെക്കൻഡ്സുകൾക്ക് മുമ്പിലാണ് ഞാൻ നിന്നടുത്ത് ചോദിച്ചത്, നിനക്ക് നീന്തൽ അറിയാവോ? നീ പറഞ്ഞു, നിനക്ക് നീന്തൽ അറിയില്ല എന്ന്. ഇപ്പോഴാവട്ടെ നീ എന്നെക്കാൾ നേരത്തെ നന്നായിട്ട് അങ്ങോട്ട് നീന്തി കരയിലെത്തി. മനുഷ്യൻ ഇങ്ങനെ അതിബുദ്ധി കാണിക്കാൻ പാടില്ല. ഇയാൾ പറഞ്ഞു, ചങ്ങാതി, നിങ്ങളെന്നെ വിശ്വസിച്ചേ പറ്റൂ, എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല. ഞാനിങ്ങനെ മുങ്ങിത്തുടങ്ങിയായിരുന്നു. മുങ്ങിത്തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ച, ദൈവമേ, എന്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയും ദീർഘമായ കാലം ഞാൻ പണിയെടുത്തുണ്ടാക്കിയ ചെറു സമ്പാദ്യങ്ങൾ ഒക്കെ ഈ പൊക്കണത്തിനകത്തുണ്ട്, ഈ എന്നോടൊപ്പം മുങ്ങാൻ പോകുന്ന ഈ പാണ്ഡത്തിനകത്തുണ്ട്. പെട്ടെന്ന് എന്റെ ചുമലിൽ ഞാൻ അറിഞ്ഞത് എന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വിശ്വാസവും എന്നിൽ അവരർപ്പിച്ചിരിക്കുന്ന സ്നേഹമൊക്കെയാണ്. ഞാൻ മുങ്ങുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരോടൊപ്പം അവരുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ എല്ലാവരും സ്വപ്നങ്ങളും മുങ്ങുക എന്നുള്ള. ആ സെക്കൻഡിൽ നിങ്ങൾക്കറിയാമോ, എവിടെ നിന്നും എന്റെ കൈക്ക് വല്ലാത്തൊരു ശക്തി കിട്ടി. എന്നിട്ട് ഒരു കരമടച്ച് മറുകര അടിച്ച് ഞാനിങ്ങനെ എങ്ങനെയൊക്കെ പതച്ച് ഈ തീരത്തെത്തി. എന്നെ ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഭാണ്ഡമില്ലാതെ ഒന്നീ പുഴയിലേക്ക് ഇട്ട് നോക്കുക, ഈയക്കെട്ട താഴ്ന്നൊക്കെ ഞാൻ താണുപോകും. നീന്തൽ അറിയില്ലെന്ന് കരുതിയ മനുഷ്യര്, എങ്ങുമെത്തില്ലെന്ന് കരുതിയ മനുഷ്യര്, വിജയിക്കാൻ പാടില്ലെന്ന് കരുതിയ മനുഷ്യര്, പരാജയപ്പെട്ട് ഇങ്ങനെ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന കരുതിയ മനുഷ്യരൊന്നും അങ്ങനെയല്ല എത്തിയിരിക്കുന്നത്. കാരണം എന്തിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന ഊർജ്ജത്തിൽ അവരുടെ ദുർബലമായ കരങ്ങൾക്ക് എന്തുമാത്രം ശക്തിയാണ് കിട്ടുന്നത്. ഇപ്പൊ പ്രതീക്ഷ എന്ന് പറയുന്ന ഒന്നിനകത്താണ് മാനവരാശിയുടെ നിലനിൽപ്പെന്ന് തോന്നുന്നു. അതില്ലെങ്കിൽ എന്താ? അതില്ലെങ്കിൽ വേദപുസ്തകം പോലും എന്താ? വേദപുസ്തകത്തിനകത്തുനിന്ന് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം മൈനസ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ഒന്നുമില്ല.